ആനിരിക്കും. ഇന്നലെ സ്വാമിയുടെ കൂടെ ഐസ്ക്രീം കഴിച്ച് ഞാൻ റൂമിലെത്തിയില്ലേ. പ്രാക്ടീസിന് ക്ഷീണമൊന്നും ഞാൻ അറിഞ്ഞേയില്ല. ശരിക്കും റിലാക്സ്ഡ് ആയിരുന്നു. അത് ഐസ്ക്രീമിന്റെ അല്ല, സ്വാമിയുടെ മിടുക്ക, സ്വാമിയുടെ സ്നേഹം. സ്വാമിസ് ലവ് ടു ആനി. ജസ്റ്റ് 1 സെക്കൻഡ്. എടുക്ക. സ്വാമി, ഇയാളെന്തിനാ വരുന്നത്? എടുക്കടോ. Swami, please don't leave me. Swami, please. സ്വാമി, സ്വാമി, ആനി എങ്ങോട്ടാണ് പോയത്? കോച്ചും അത്ലറ്റും തമ്മിലുള്ള ബന്ധം പ്ലേ ഗ്രൗണ്ടിന് പുറത്തോട്ട് നീട്ടണോ? ആനി എവിടെങ്കിലും പോട്ടെ, നിങ്ങൾ എന്തിനാ ഇതിലൊക്കെ ഇന്റർഫിയർ ചെയ്യുന്നത്? യു ബാസ്റ്റർഡ്! നീ ആ കുട്ടിയെ സ്പോയിൽ ചെയ്യാണ്. ഇത് സ്വാമിയാണ്. മൈൻഡ് ഇറ്റ്. മിനിയാന്ന് ക്ലാസ്സിൽ പോയ ശേഷം ആനിജോൺ തിരിച്ച് ഹോസ്റ്റലിൽ എത്തിയിട്ടില്ല. എന്നിട്ട് മേട്ടൻ എന്താ വേണ്ടപ്പെട്ടവരെ അറിയിക്കാതിരുന്നത്? ഇന്നലെ വൈകുന്നേരം ആ കുട്ടിയുടെ റൂംമേറ്റ് പറയുമ്പോഴാ ഞാൻ ഈ വിവരം അറിയുന്നത്. രാവിലെ ഇറങ്ങി പോകുന്ന കുട്ടികൾ വൈകുന്നേരം തിരിച്ചു വരുന്നുണ്ടോ നോക്കാൻ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ മേട്ടൻ എന്ന് പറഞ്ഞ് ചുമ്മാ ഇങ്ങനെ നടന്നുകൊണ്ടായില്ല. നമ്മളിങ്ങനെ സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആക്ഷൻ സ്വീകരിക്കുക എന്നുള്ളതാണ് ആവശ്യം. മിസ്റ്റർ മോഹനകൃഷ്ണൻ, താങ്കൾക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ പറയും. സർ, സ്വാമിനാഥന്റെ കൂടെ ഞാൻ ആനിയെ കാണുന്നത് വളരെ സസ്പീഷ്യസ് ആയ ഒരു സാഹചര്യത്തിലാണ്. മാത്രമല്ല, കുട്ടികൾ പറയുന്നത് സത്യമാണെങ്കിൽ അവന്റെ കൂടെ ചേർന്ന ആ കുട്ടി മയക്കുമരുന്നുകൾ കഴിക്കാറുണ്ടത്ര. കോളേജിന് നല്ലൊരു അത്ലറ്റിനെയാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. സ്വാമി കോളേജിൽ ഡ്രഗ്സ് വിൽക്കുന്നുണ്ടെന്നുള്ള കംപ്ലൈന്റ്സ് എനിക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ എത്രയും വേഗം അത് പോലീസിനെ അറിയിക്കുന്നതാണ് നല്ലത്. സാറേ, അങ്ങനെ ചുമ്മാ നമുക്ക് പോലീസിനെ ഇൻവോൾവ് ചെയ്യിക്കാൻ ഒക്കുകയില്ല. ഈ സിറ്റിയില് മലയാളി മാനേജ്മെന്റ് നടത്തുന്ന ഈ സ്ഥാപനത്തിന് ഇപ്പൊ തന്നെ അസൂയാലുകൾ ഒരുപാടാണ്. ഡ്രഗ്സിന്റെ കാര്യമെല്ലാം വെളിയിലറിഞ്ഞാൽ കോളേജിന്റെ റെപ്യൂട്ടേഷൻ. മിസ്റ്റർ ചെറിയാൻ, ആ കുട്ടിയെ എത്രയും വേഗം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലാണ് നിങ്ങൾ ഈ പറയുന്ന റെപ്യൂട്ടേഷൻ മോശമാകാൻ പോകുന്നത്. സ്വാമിനാഥന് ഈ കുട്ടിയുടെ മിസ്സിംഗിൽ പങ്കുണ്ട് എന്നുള്ളൊരു എന്ത് തെളിവാണ് നമ്മളിലുള്ളത്? അയാളെ സംശയിക്കത്തക്ക രീതിയിലുള്ള എല്ലാ ഡീറ്റെയിൽസും എന്റെ കയ്യിലുണ്ട്. എവിടെ വേണമെങ്കിലും നൽകാൻ ഞാൻ തയ്യാറുമാണ്. നിങ്ങൾ അങ്ങനെ എടുത്തിയാടിയൊന്നും ചെയ്തു കളയരുത്. കാണാതായ പെൺകുട്ടി മലയാളിയാണ്. ചുമ്മാ ഒരു ന്യൂസ് വെളിയിൽ വന്ന 90% കുട്ടികൾ കേരളത്തിൽ നിന്നുള്ളതാ. അടുത്ത കേരളം ഒരൊറ്റ കുട്ടി ഉണ്ടാവില്ല. അല്ല, നമ്മളിപ്പോ എന്ത് ചെയ്യണമെന്നാണ് മിസ്റ്റർ പിള്ള പറയുന്നത്? നമുക്കൊന്ന് അന്വേഷിക്കാം. ചിലപ്പോ അതിന് തിരിച്ചു വന്നെങ്കിലോ വല്ല ആമ്പിള്ളയുടെയും കൂടെ. ഇത് അങ്ങനെയൊന്നുമല്ല. ആ പെൺകുട്ടി ഏതോ കെണിയിൽപ്പെട്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നിങ്ങളിങ്ങനെ വെകിലി പിടിക്കാതെ മിസ്റ്റർ. നമുക്കൊന്ന് ആലോചിച്ച് ആ കുട്ടിയുടെ ശവം നാളെ എവിടെയെങ്കിലും കിട്ടുമ്പോഴായിരിക്കും നിങ്ങളുടെ ആലോചനകൾ തീരുന്നത്. കുറച്ചുകൂടി മനുഷ്യത്വപരമായി ചിന്തിക്കണം സർ.
ಸರ್ 15 ಕಿಲೋಮೀಟರ್ ಆಯ್ತು ಏನಾದ್ರು ನೀನು ಅಷ್ಟಕ್ಕಾಯ್ತಾ? ನಿಂದು ಲೈಸೆನ್ಸ್ ಎಲ್ಲಿ? RC ಬುಕ್ ಎಲ್ಲಿ? ಟೋಕನ್ ಎಲ್ಲಿ? ತರ್ಸೋ. ಸರ್ ಏನ್ ಮಾಡ್ಬೇಡ. ಏನ್ ಮೀಟರ್ ಇದು? ಆ ಗಾಡಿ ಪೊಲೀಸ್ ಸೀದಾ ಬಿಟ್ಬಿಟ್ಟು. ನನ್ನ ಸರ್ ಹೊಟ್ಟಪಾಡಿಗೆ ದಯವಿಟ್ಟು ಏನ್ ಮಾಡಬೇಡ ಸರ್. ನಿನ್ ಪಾಕೆಟ್ ಇಲ್ಲಿ ಎಷ್ಟಿದು? ಏನ್ లేదు. ಸದ್ಯಕ್ಕೆ ಹೋಗು. ಏನ್ ಮಾಡ್ತಾ ನೀವು ಇಲ್ಲಿ ಮಾತಾಡ್ತಾ ಯಾರೇನು ಇಲ್ಲ ಅಂತ ತಿಳ್ಕೊಂತೀಯಾ? ഓ മാരക കേസ് കിട്ടാണല്ലോ. എന്താ മാരകോ? ഹലോ 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 അല്ല പൈലോ, HC പൈലോ. ഞാൻ എവിടുന്നാ? ഞാൻ കുറെ ദൂരം അവിടെ പോലീസില്ലേ, ലോ ആൻഡ് ഓർഡറില്ലേ, ക്രൈം ആൻഡ് പണിഷ്മെന്റ് ഇല്ലേ, ട്രാഫിക് റൂൾസ് ഇല്ലേ, അബ്കാരി ആക്ട് ഇല്ലേ? ഇപ്പൊ എന്തോ വേണം സാറേ? നിയമം നടപ്പിലാക്കണം. ഓ ഒരു 25 രൂപയ്ക്ക് നടപ്പിലാവോ? അതങ്ങ് കേരളത്തിലെ പൂഞ്ഞാറ്റി ചെന്ന് പറഞ്ഞാൽ മതി. ഇതുകൊണ്ടങ്ങ് നടപ്പിലാക്ക് സാറേ. ഇതെന്താ സാധനം? ജോണി വാക്കർ. തന്റെ പേരല്ലേ ചോദിച്ച? കള്ളിന്റെ പേര് തന്നെ പറഞ്ഞ ജോണി വാക്കർ. എന്താ ജോണി വാക്കർ? പോ. ഞാൻ പോണോ സാറേ? അല്ലേ വേണ്ടി ഇവിടെ തന്നെ നിന്നോ. ഞാൻ പോട്ടെ. അച്ചായൻ ഇതെന്താ ഇത്? സർപ്രൈസ് വിസിറ്റ്? ഒന്നുമില്ല, അങ്ങനെ ഇരുന്നപ്പോ ഒന്ന് പോന്നേക്കാന്ന് വെച്ചു. നാളെ ഇവിടെ ടൗണിൽ ഇച്ചിരി പണിയുണ്ട്. പിന്നെ എന്നാ ഉണ്ടേ? എത്ര കാലം കൊണ്ട് വിളിക്കുന്നതാ, ഇപ്പോഴെങ്കിലും ഒന്ന് വരാൻ തോന്നിയല്ലോ. എല്ലാം ഒന്ന് ഒത്തുവരണ്ടേ? എന്നാ ഉണ്ട് വിഷ്ണു? അപ്പൊ പിന്നെ അങ്ങനെ ഞാൻ റൂമൊന്നും എടുത്തിട്ടില്ല. നമുക്ക് ഹോസ്റ്റലിൽ പോകാം. ഓൾറെഡി കൊള്ളാം, നല്ല കലക്കം ക്യാമ്പസ്. ക്യാമ്പസ് ഒക്കെ കൊള്ളാം, പക്ഷെ പിള്ളേര് പിഴയാ. അതിപ്പോ ഒരു കോളേജ് ആകുമ്പോ അടിച്ചുകൂടി പാടിപ്പോയി കാണുന്നത്. ജോണിച്ച നല്ല ടൈമിനാ വന്നത്. നാളെ ഞങ്ങളുടെ ഹൗസസ് കോമ്പറ്റീഷനാ, വെസ്റ്റേൺ ഓർക്കസ്ട്ര. ഇവിടെ നമ്പർ 1 ആയാലും ഇന്റർ കോളേജിന് സെലക്ഷൻ ഉണ്ട്. ഞങ്ങൾ സ്നാപ്പിന്റെ നമ്പറില്ലേ ജുംബാഹോ, അതാ കാച്ചുന്നത്. അത് കൊള്ളാമല്ലോ, മാരക നമ്പർ അല്ലേ? ആകെ ടെൻഷനാ, ലേഡീസുകാരെയാ പേടി. ചുമ്മാ വെച്ച് കയറുന്നു. അപ്പൊ എന്തായാലും അച്ഛാ ഞങ്ങൾ പ്രോഗ്രാം കഴിഞ്ഞാൽ വിടുന്നുള്ളൂ. ഡ്രഗ് സമയത്തിന് കിട്ടാതാവുമ്പോ എന്റെ മുറിയിലേക്ക് കൊണ്ടോ. അതെടുത്ത് മാറ്റണോ? എന്റെ പൊന്ന് സാറേ, സത്യത്തെ അലമ്പുണ്ടാക്കാൻ വേണ്ടി അല്ല കേട്ടോ. താൻ ഇങ്ങോട്ട് മാറിയെന്നേ, ഇങ്ങോട്ട് മുമ്പോട്ട് പാടോ. ആര് പറഞ്ഞിട്ടോ താൻ ഈ സ്റ്റുഡൻസിന്റെ കൂടെ സ്റ്റേജിൽ കയറിയത്? ആരും പറഞ്ഞിട്ടില്ല. സിറ്റുവേഷൻ എങ്ങനെയായപ്പോ ഞാനും കയറിയെന്നേ ഉള്ളൂ. എന്ത് സിറ്റുവേഷൻ? സാറേ, ഡ്രംസ് വായിക്കുന്ന ഷെല്ലി എന്ന പയ്യനെ ഭീഷണിപ്പെടുത്തി ഹോസ്റ്റലിട്ട് പൂട്ടിരിക്കുക. ആര് കൂട്ടിയെന്ന്? ഷെല്ലിയെ സ്വാമി ഹോസ്റ്റൽ റൂമിൽ പൂട്ടിയിട്ടിരിക്കുക സർ. അപ്പൊ പിന്നെ ഇവരെന്നാ ചെയ്യാനാ സാറ് പറ. ഞാൻ പിന്നെ മ്യൂസിക്കിന്റെ ഫീവറിലും കയറുകയും ചെയ്തു. പിന്നെ ഈ പിള്ളേരായിട്ട് തല്ലുമ്പോ ഞാൻ എങ്ങനെ സാറേ നോക്കി നിൽക്കുന്നത്? ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ തലവിധി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങളൊക്കെ പൊക്കോളി. താൻ അവിടെ നിന്ന് താൻ ആ ഡ്രംസ് പ്ലേ ചെയ്തത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ആ തല്ലും അതൊരു അത്യാവശ്യമായിരുന്നു. ആ തല തെറിച്ചവന്മാർക്ക് 2 കിട്ടേണ്ട കാലം കഴിഞ്ഞതാ. തന്നെപ്പോലൊരുത്തൻ ഈ കോളേജിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊന്ന് നെഞ്ചു വിരിച്ച് നടന്നേനെ. എനിവേ, നൈസ് ടു മീറ്റ് യു. ഐ എം കല്യാണരാമയ്യർ. ജോണി വർഗീസ്. ഈ കോളേജ് ലൈഫ് ആസ്വദിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല.
അതിന്റെ നഷ്ടം ഞാൻ അറിയുന്നത് ഇപ്പോഴാ. ഹലോ ജോണി വാക്കർ, ഗുഡ് ഈവനിങ്. ആ വന്നാട്ടെ സാറേ. പോയില്ലേ അല്ലേ? പോയെങ്കിൽ ഇവിടെ കാണുമായിരുന്നു. ഏതാ വാക്കർ ഈ പിള്ളേര് സെറ്റ്? എന്താ വിളിച്ച? വാക്കർ? ജോണി വാക്കർ. ആ നല്ല പേര്. ജോണി വാക്കർ. ചളവാക്കിയല്ലോ എന്റെ സാറേ. ഇനി ഇവന്മാരെ എന്നെ അതേ വിളിക്കൂ. നല്ല വീശാണല്ലോ. ഒരു വീർ വിടുന്നോ? ഏയ് ബിയറൊക്കെ നിങ്ങൾ പിള്ളേർ കുറച്ച് വയറും വീർപ്പിച്ച് മുള്ളിക്കളയാ. എനിക്ക് ഹോട്ട്സ് ആണ് ഇഷ്ടം. അങ്ങനെ കൊച്ചാക്കാതെ സാറേ, നമ്മളും ഹോട്ട്സിന്റെ ആളാ. എത്ര എണ്ണം വിടും ഒരേ ഇരിപ്പില്? ഒന്നാഞ്ഞിരുന്ന ഒരു ഫുള്ള്. അയ്യോ ഇളനങ്ങനെ കൊച്ചാക്കണ്ട. വാങ്ങിച്ചാ കാണിച്ചുതരാ. ശരി, ഞാനിപ്പോ നല്ല ബിയറിന്റെ പുറത്ത് നിൽക്കാം. ഇനി തുടങ്ങിയാലും ഹെഡ് കോൺസ്റ്റബിൾ അത്തെ അടിക്കുന്ന എന്റെ 10 പേക്ക് കൂടുതൽ ഞാൻ അടിക്കും. എന്നാ പറയുന്നത്? ചുമ്മാ ഡാവടിക്കാതെ വാക്കറേ. വേണ്ട, പന്തയം വെച്ചോ. നിങ്ങൾ ജയിച്ച 50 ഫുൾ ജോണി വാക്കും. വേണ്ട, എനിക്ക് എന്റെ കാശിങ് എന്നാ മതി. ശരി, അപ്പൊ ഞാൻ ജയിച്ചാലോ? ജയിച്ച പിന്നെ ഒരു ഫുൾ ജോണി വാക്കർ. ഓക്കെ ഓക്കെ. ആ വെക്ക്. മലയാളികൾ ആരെങ്കിലും ഉണ്ടോ? ഒന്നെടുത്ത് വീട്ടിലെത്തിച്ചേക്കണേ. പറയുന്നത് കേക്ക്. Keep the balance as like it. ഓക്കെ, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. നിന്റെ ചേട്ടനൊരുത്തിന് ഇവിടെ വന്ന് വിലസിയെന്ന് കേട്ടല്ലോ. ഇനി എങ്ങാൻ അവനിവിടെ കാല് കുത്തിയാലുണ്ടല്ലോ, ഇത് സ്വാമിയാ. മൈൻഡ് ഇറ്റ്. ഏയ് എന്റെ കീ കാണുന്നില്ല. ബോബി ദാവന്റെ റൂം തുറന്നു നടക്കുന്നു. ഓ, ഞാൻ പോയില്ലടാവേ. കുറെ ദൂരം ചെന്നതാ, പിന്നെ ഓർത്ത് തിരിച്ചു വിട്ടേക്കാവുന്നു. അച്ഛാ എന്നാ പറ്റി? എല്ലാരും ഒന്ന് എളുപ്പം റെഡിയാക്കിയേ, നമുക്കൊന്ന് പുറത്തു പോകണം. ഒരു കാര്യമുണ്ട്. എന്താ കാര്യം? കാര്യമൊക്കെ ഉണ്ടാവുകയെ. നിങ്ങൾ എളുപ്പം റെഡിയാക്കിയേ. ആ ചെലേ. ഞാൻ പറയുമ്പോ കളിയായിട്ട് എടുക്കരുത്. സംഭവം വളരെ സീരിയസാ. ഞാൻ ഒരുപാട് ആലോചിച്ചു. ജോണിച്ചായ, വെറുതെ ഞങ്ങൾ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറ. പറയുന്നു. എനിക്ക് സീറ്റ് കിട്ടുകയാണെങ്കിൽ ഞാനും കൂടെ നിങ്ങളുടെ കോളേജിൽ അങ്ങ് ജോയിൻ ചെയ്താലോ എന്ന് ആലോചിക്കുക. ഐഡിയ കൊള്ളാം, പക്ഷേ അഡ്മിഷൻ കിട്ടുമോ? ഏയ് അത് നടക്കില്ലെന്ന്. എന്താ നടക്കത്ത്? ഏജാണ് പ്രശ്നം. നടന്ന് കിട്ടിയാ നമ്മളൊരു കലക്ക് കലക്കും. ഇതെന്താ ഇപ്പൊ ഇങ്ങനെ ഒരു തോന്നൽ വരാൻ? എനിക്ക് മടുത്തറാവേ. തോട്ടത്തിലെ ആ ഒരു എത്ര കാലം ഇത് ഇവിടെ വന്ന് നിങ്ങളുടെ കൂടെ കഴിയുമ്പോ കൊതിച്ചു പോവാ. നടക്കുമെന്നുള്ള പ്രതീക്ഷയില്ല, എന്നാലും പ്രിൻസി ഒന്ന് കണ്ടാലോ? അത് നല്ല ഐഡിയ.
അയ്യോ സാറേ, കുടിക്കടോ. നടക്കും, ഇല്ലെങ്കിൽ നടത്തും. മനസ്സിലായില്ലേ? ഞാനാ പറയുന്നത്. ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടല്ലോ, അയാൾ എന്റെ സ്റ്റുഡന്റാ. വേണ്ടി വന്നാൽ ഞാൻ അവിടെ വരെ പോകും. പിന്നല്ലേ ഈ കോളേജ് മാനേജ്മെന്റ്. ജോണി, താൻ ധൈര്യമായിട്ടിരിക്കുക. ഏറ്റവും അടുത്ത് തന്നെ താൻ കോളേജിൽ ജോയിൻ ചെയ്യുന്നു. പോരെ? ഫൂളിഷ്നസ്, അട്ടർ ഫൂളിഷ്നസ്. പ്രിൻസിപ്പൽ സാർ പറഞ്ഞ ഉദ്ദേശത്തെ കുറിച്ച് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. മൈൻഡ് യുവർ ടങ് മിസ്റ്റർ പണിക്കർ. എന്താ ഫൂളിഷ്നസ്? അടിസ്ഥാന യോഗ്യതയുള്ള ഒരാൾക്ക് വേക്കൻറ്റ് സീറ്റിൽ അഡ്മിഷൻ കൊടുക്കുന്നോ? അല്ല സാർ, അഡ്മിഷൻ കൊടുക്കുന്നതിന്റെ അല്ല, അയാളുടെ പ്രായം. എന്താ പ്രായത്തിന്? ഈസ് ഓൺലി 36. ഈ പ്രായത്തിൽ അയാൾ തുടർന്ന് പഠിക്കാൻ മുന്നോട്ട് വരികയല്ലേ? അപ്പൊ ആ സ്പിരിറ്റിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത് അയാൾക്ക് വേണ്ട പ്രോത്സാഹനം നൽകുകയല്ലേ വേണ്ടത്? എല്ലാം ശരി, പക്ഷെ ഈ പറയുന്ന ജോണി വർഗീസ് കുഴപ്പക്കാരനാണ്. കഴിഞ്ഞ ദിവസം അയാൾ ഈ ക്യാമ്പസിൽ ഉണ്ടാക്കിയ കുഴപ്പങ്ങൾ സാറിന് ഓർമ്മയുണ്ടല്ലോ. നിർത്തണം മിസ്റ്റർ. ഈ കോളേജിൽ വലിയൊരു വിഭാഗം കുട്ടികൾ ഡ്രഗ് അഡിക്ട്സ് ആണെന്ന് മിസ്റ്റർ പണിക്കർക്ക് അറിയാമല്ലോ. അതിന് കാരണക്കാരനായ ഒരുത്തന്റെ പേരിൽ ഇതേ ബോർഡിന്റെ കീഴിൽ മരിച്ചുപോയ നമ്മുടെ സഹപ്രവർത്തകൻ ഒരു കംപ്ലൈന്റ് തന്നിരുന്നതാ. എന്നിട്ട് എന്തായി അറിയാമല്ലോ? ഇന്നും മയക്കുമരുന്ന് കച്ചവടവുമായി അവൻ ഈ കോളേജിലുണ്ട്. അവനെ നിങ്ങൾക്ക് ഇവിടെ പൊറപ്പിക്കാമെങ്കിൽ ജോണി വർഗീസിന് അഡ്മിഷൻ കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. യൂണിവേഴ്സിറ്റി തീരുമാനമൊക്കെ പുറകെ വരും. പക്ഷെ അടുത്ത വർക്കിംഗ് ഡേ മുതൽ ജോണി വർഗീസ് ഫസ്റ്റ് DC എക്കണോമിക്സ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരിക്കും. അതെന്റെ തീരുമാനമാണ്. 31, 32, 33, 34. 41. സാറേ ഞാൻ തന്നെയാണ് 34. So what? വാതിൽ വെളിയിൽ നിന്ന് കൂവുകയാണോ വേണ്ടത്? ആ ഗെറ്റ് ഇൻ. Silence! Silence! Stop it! Come on. Once again, I am starting from the basic economic systems. The economic system can be defined as some total of arrangements. എന്താണ് ഇത്? ടേപ്പ് റെക്കോർഡറാണ് സാർ, സാറിന്റെ ലെക്ചർ. തനിക്ക് എന്താ എഴുതിയെടുക്കാൻ പറ്റില്ലേ? ഓ, ഞാൻ അങ്ങനെ എഴുതാറൊന്നുമില്ല സാറേ, ടൈപ്പ് റൈറ്ററാ പതിവ്. അതിപ്പോ ക്ലാസ്സിൽ കൊണ്ടുവന്ന ശബ്ദത്തിന്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവുമല്ലോ എന്ന് ഓർത്തിട്ടാ. The economic systems can be defined as the sum total of the arrangements made for production and distribution of goods and services. You know, there are three: capitalism, socialism, and mixed economy. You know, America is a good example for capitalism, Russia for socialism, and our country is a mixed one. Sir, What? sir, I have a doubt. വെറുതെ ഷൈൻ ചെയ്യാൻ വേണ്ടി മണ്ടത്തരം എഴുന്നള്ളിക്കല്ലേ? എന്താ തന്റെ ഒരു ഡൗട്ട്? സാറേ, ഈ ക്യാപിറ്റലിസം, സോഷ്യലിസം, മിക്സഡ് ഇക്കോണമി എന്നിങ്ങനെ തരംതിരിക്കുന്നുണ്ടല്ലോ. അതിന് ഉദാഹരണമായിട്ട് സാറ് പറഞ്ഞ 3 രാജ്യങ്ങളിലും ആ വ്യവസ്ഥകളുടെ അടിസ്ഥാന തത്വങ്ങൾ ലംഘിക്കപ്പെടുന്നില്ലേ? ഉദാഹരണത്തിന് അമേരിക്ക മുതലാളിത്ത രാജ്യമാണെന്ന് പറയുന്നു. പക്ഷെ അവിടെ ടാക്സേഷൻ ഇല്ലേ, ബഡ്ജറ്റിംഗ് ഇല്ലേ? അപ്പൊ വ്യക്തിഗതമായ ആദായത്തിന്റെ ഒരു വിഹിതം ഗവൺമെന്റ് പിടിച്ചു വാങ്ങുന്നുണ്ട്. What nonsense are you saying? You don't know the fundamentals of economics. I am talking about the baselessness of the fundamentals of economic science. In a capitalist country, production and distribution are entrusted to the individuals and organizations who is having a particular aim. Through budgetary provisions and taxation policies, is not the government trying to interfere in the free play of the capitalistic forces? If so, do we have a real capitalism in those countries? Now let us take the case of Russia or any other socialist country. Such a situation envisages social control over production and distribution there. Don't the workers get bonus there? Has it not created 2 classes of laborers? Don't some of them enjoy luxuries like cars and houses? If so, what is meant by the term collective ownership? A mixed economy is expected to ensure the combination of the points of both. But what about post and telegraph, information and broadcasting and railways, which are completely under state control? In that case, this classification is meaningless. Thank you.